ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസം വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, എക്സാം സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കേരള PSCയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള KAS ഓഫീസർ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളമായി KASൻ്റെ ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം PSCയുടെ ഭാഗത്തു നിന്ന് KAS ഓഫീസർ തസ്തിക അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ മാർച്ച് മാസം നിലവിൽ പ്രധാനമായിട്ടും 3 നോട്ടിഫിക്കേഷനാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് 3ഉം KAS ഓഫീസറാണ്. അപ്പോൾ KAS ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 ഈ 3 സ്ട്രീമുകളായിട്ടാണ് KAS ഓഫീസർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് KAS ഓഫീസർ തസ്തികയിലോട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. ജസ്റ്റ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഡിഗ്രി ഏതെങ്കിലും എനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് KAS ഓഫീസർ. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ നോക്കുക 001/2025. ഇതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് എനി ഡിഗ്രിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് KAS ഓഫീസർ. അപ്പോൾ നമുക്ക് KAS ഓഫീസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക വരെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേരള സ്റ്റേറ്റ് അതായത് കേരള PSCയുടെ ഭാഗത്തു നിന്ന് വിളിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എക്സാമാണ് KAS എന്ന് പറയുന്നത്. അപ്പോൾ KASൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സാലറി സ്കെയിൽ നോക്കുക. അതായത് 77,200 മുതൽ 1,40,500 വരെയാണ് സാലറി ലഭിക്കുന്നത്. KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി, അതായത് സ്ട്രീം 1ലാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് 01 ആണ് കാറ്റഗറി വരുന്നത്. ഇനി അതേപോലെ ഇതിൻ്റെ വേക്കൻസി നോക്കേണ്ടത് നിലവിൽ 31 വേക്കൻസികളാണുള്ളത്. അതിൽ സ്ട്രീം 1ൽ 11, സ്ട്രീം 2ൽ 10, സ്ട്രീം 3ൽ 10. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കലക്ടറുടെ അതേ ഒരു തസ്തിക, ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുമ്പോൾ അത്രയും ഉന്നതമായൊരു തസ്തികയാണ് ഈ KAS വഴി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു തസ്തിക കൃത്യമായ രീതിയിൽ പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഡിഗ്രി ലെവലിലുള്ള പല പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് KAS ഒന്നുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉന്നതമായ തസ്തിക നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഡിഗ്രി ആണ്, എനി ഡിഗ്രി, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എനി സബ്ജക്റ്റാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ളത്. ഏജ് ലിമിറ്റ് നോക്കുക, അതായത് 21 മുതൽ 32 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതിൽ തന്നെ സാധാരണ രീതിയിൽ തന്നെ 5 വയസ്സ് ഇളവ് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വയസ്സ് ഇളവും ഓൾറെഡി ലഭിക്കുന്നതാണ്. അതൊക്കെ നോർമലായിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അതേപോലെ തന്നെ സ്ട്രീം 1, സ്ട്രീം 2 ഈ ഒരു ഡൗട്ട് ചില ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് സ്ട്രീം 2 എന്ന് പറഞ്ഞാൽ നിലവിൽ സർവീസിലുള്ളവരാണ്. അപ്പോൾ നിലവിൽ സർവീസിലുള്ള, അതായത് ബൈ ട്രാൻസ്ഫർ ആണ് 002 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 002 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിലവിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനും അതേപോലെ ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തസ്തികയിൽ ജോലി ചെയ്യുന്നവർ, അതായത് ഈ പറയുന്ന പ്രൊബേഷൻ പീരീഡിലുള്ളവർക്ക് മാത്രമാണ് 002 അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി അതേപോലെ തന്നെ 003 എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇതും നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. ഇത്തരത്തിലെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് KAS 3, അതായത് 003 കാറ്റഗറി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി എന്നാൽ 002 ശ്രദ്ധിക്കേണ്ട കാര്യം, ഗസറ്റഡ് പദവിയിലല്ലാത്ത നോർമലായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾക്കും, എന്നാൽ എനി ഡിഗ്രിയുള്ള നോർമലായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാറ്റഗറിയാണ് 001 KAS. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഈ ഉള്ള സമയങ്ങളിൽ ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു തസ്തികയിലോട്ട് നിങ്ങൾക്കും എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിലവിൽ മെയ് മാസത്തെ കലണ്ടർ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-നടുത്ത് തസ്തികയിലോട്ട് വളരെ പ്രധാനപ്പെട്ട നേരത്തെ വിളിച്ചിട്ടുള്ള പല പരീക്ഷകളും, അതായത് അസിസ്റ്റൻ്റ് ഓഡിറ്റർ ഉൾപ്പെടെയുള്ള പല തസ്തികൾ, ഡിഗ്രി ലെവലിലെ തസ്തികളും +2 ലെവലിലെ തസ്തികളും, അത് സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികൾ, ഓഡിറ്റർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ അക്കൗണ്ടൻ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികളുടെ പരീക്ഷ മെയ് മാസം നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏപ്രിൽ എന്ന് പറയുന്ന ഒരു മാസം, അതായത് ഈ മെയ്, മാർച്ച്, ഏപ്രിൽ 2 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ പറയുന്ന സമയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശീലിക്കുക. കൂടാതെ KAS ഉൾപ്പെടെയുള്ള ഈ പരീക്ഷ കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സുരക്ഷിതമായ ജോലി കേരള ഗവൺമെൻറ് കീഴിൽ നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർച്ചയായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.